ഇന്ന് നമ്മൾ ഒരു ഓണം സ്പെഷ്യൽ എപ്പിസോഡായിട്ടാണ് വന്നിരിക്കുന്നത്. ഓണം എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നത് സദ്യയായിരിക്കും. തന്നെ സദ്യയിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കറി തന്നെയാണ് സാമ്പാർ. സാമ്പാറില്ലാതെ സദ്യ ഒരിക്കലും കംപ്ലീറ്റ് ആവില്ല. ഇന്ന് നമ്മൾ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു സദ്യ സ്റ്റൈൽ സാമ്പാറാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പണ്ടൊക്കെ ഞാൻ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ ആ മിസ്റ്റേക്കൊക്കെ ഒഴിവാക്കിയപ്പോഴാണ് എനിക്ക് നല്ല സാമ്പാർ കിട്ടിയത്. അപ്പോൾ ആ ഒരു മിസ്റ്റേക്സും എല്ലാം ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വേഗം തന്നെ വീഡിയോയിലിട്ട് പോകാം. നമ്മുടെ ഈ സാമ്പാർ ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ കുറച്ച് പച്ചക്കറികളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ സാമ്പാറിന് അരിയുമ്പം എപ്പോഴും ഇങ്ങനെ കഷ്ണങ്ങളായിട്ട് അരിയുന്നതാണ് കേട്ടോ സാമ്പാറിന് ഏറ്റവും ബെസ്റ്റ്. ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, മത്തന്, വെള്ളരി, കുമ്പളം, അതുപോലെ തന്നെ മുരിങ്ങക്കായ, വെണ്ടക്കായ, വഴുതനങ്ങ, തക്കാളി ഇത്രയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് വെളുത്തുള്ളിയും അതുപോലെ തന്നെ കുറച്ച് ചെറിയുള്ളിയും എടുത്തിട്ടുണ്ട്. നമ്മൾ വെണ്ടക്കയും തക്കാളിയും അതുപോലെ തന്നെ വഴുതനങ്ങയും ഒഴിച്ചിട്ടുള്ള എല്ലാം ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണേ. ഇതിനകത്തോട്ട് തന്നെ നമ്മൾ ചെറിയുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്, വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്, പച്ചമുളക് ചേർത്തിട്ടുണ്ട്, പിന്നെ ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും, പിന്നെ നമ്മൾ ഇതിനകത്തോട് ചേർത്ത് കൊടുക്കുന്ന വെള്ളമാണ്. ഇത് വേവാൻ പാകത്തിനുള്ള വെള്ളം. നമ്മൾ വേവ് കുറഞ്ഞ പച്ചക്കറികൾ നമ്മൾ ആദ്യം ചേർക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെന്ത് ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഈ സാമ്പാറിൽ ഈ പച്ചക്കറികളെല്ലാം തന്നെ പകുതി വേവാവുന്നവർ വെയിറ്റ് ചെയ്യാം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഈ സാമ്പാറിലേക്കുള്ള പരിപ്പൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1/4 കപ്പ് മുതൽ 1/2 കപ്പ് അളവിൽ വരെയാണ് സാമ്പാർ പരിപ്പാണ് എടുത്തിട്ടുള്ളത്. അത് ഞാനൊരു കുക്കറിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അടച്ചു വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒരു 3 വിസിലും വരുത്തിക്കാം. ഇത് ഞാൻ എന്താ പറയുക സോക്ക് ചെയ്തിട്ടൊന്നുമില്ല, അല്ലാതെയുള്ള പരിപ്പാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് നമുക്ക് പ്രഷറൊക്കെ പോയതിന് ശേഷം തുറന്ന് നോക്കാം. അങ്ങനെ ഇപ്പോൾ ഞാൻ ഈ പരിപ്പെല്ലാം തന്നെ വെന്ത് വന്നിട്ടുണ്ട്, വിസിൽ വന്നു. അപ്പോൾ ഞാൻ പ്രഷറൊക്കെ പോയതിന് തുറന്ന് നോക്കിയപ്പോൾ ഇതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ആ ഒരു സമയമായപ്പോൾ തന്നെ നമ്മുടെ പച്ചക്കറികളെല്ലാം തന്നെ പകുതി വേവായിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തോട്ട് വെളുത്തുള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളകിൻ്റെ എരിവ് നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ ഈ പച്ചക്കറികളുടെ എല്ലാം തന്നെ വേവൊക്കെ ഒന്ന് പകുതിയാകുമ്പോൾ ഞാനിതിലകത്ത് ചേർത്ത് കൊടുക്കുന്നത് സാമ്പാർ പൗഡറാണ്. നിങ്ങൾക്ക് ഏത് സാമ്പാർ പൗഡർ വേണമെങ്കിലും ഉപയോഗിക്കാം. സാമ്പാർ പൗഡർ ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിതിലേക്ക് വേറെ മസാലപ്പൊടികളൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, ആ ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് സാമ്പാർ പൊടി ഉപയോഗിച്ച് മാത്രമാണെന്നാണ് ഞാനിവിടെ സാമ്പാർ തയ്യാറാക്കുന്നത്. ഭയങ്കര സിമ്പിളായിട്ടാണ്. അപ്പോൾ ഇതിനകത്തോട്ട് വേറെ മസാലകളൊന്നും നമ്മൾ ചേർക്കേണ്ടതില്ല കേട്ടോ. എന്നിട്ട് അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ആ ഒരു സമയത്ത് നമുക്കിതിലേക്കുള്ള പച്ചക്കറികൾ വഴറ്റിയെടുക്കണം. നമ്മൾ വേവ് കുറഞ്ഞ പച്ചക്കറികൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ പച്ചക്കറികൾ കുറച്ച് വെളിച്ചെണ്ണയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ഇതിന്. ഒരു സമയത്ത് നമ്മുടെ പച്ചക്കറികളെല്ലാം കംപ്ലീറ്റ് ആയിട്ടും വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ നമ്മൾ ഇനി ഇതിനകത്തോട് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ പച്ചക്കറികൾ, അത് നമ്മൾ ഇതിനകത്തോട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് പുളിവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞൊഴിക്കുകയാണ്. പിന്നെ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു പരിപ്പും കൂടി ചേർക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം, നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. കാരണം പരിപ്പൊക്കെ നമ്മൾ കൂടുതൽ കുറുകി വരും. അതുകൊണ്ടാണ് നമ്മൾ അത്യാവശ്യം നല്ലോണം തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരുപാട് കുറുക്കിയാക്കേണ്ട, കുറച്ച് ലൂസായിട്ടാണ് ഉണ്ടാവേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നല്ലോണം വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനകത്തോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരല്പം ശർക്കരയാണ് കേട്ടോ. ഒന്ന് തിളച്ച് വരുമ്പോൾ ഇത് എരിവും ഇതൊക്കെ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനാണ്. പിന്നെ അത്യാവശ്യം നല്ലോണം തന്നെ മല്ലിയില ചേർത്ത് കൊടുക്കണം. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സാമ്പാർ പൊടി ചേർക്കുമ്പോൾ വേറെ പൊടികളൊന്നും ചേർക്കേണ്ട എന്നുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സാമ്പാർ പൊടി തന്നെ ഒരുപാട് സ്പൈസസിൻ്റെ മിക്സായിട്ട് പൊടിച്ചെടുക്കുന്നതാണ്. അതിനകത്ത് തന്നെ മല്ലിയുണ്ട്, മുളകുണ്ട്, ഉരുന്നുണ്ട്, ഒരുപാട് സ്പൈസസൊക്കെ ചേർന്നിട്ട് ഉള്ള ഒരു പൊടിയാണ്. അപ്പോൾ നമ്മൾ വീണ്ടും എക്സ്ട്രാ പൊടികൾ മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇടുമ്പം ഒരു കുത്തലാണ് ഫീൽ ചെയ്യുക കേട്ടോ സാമ്പാറിന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ചെയ്യുമ്പം എനിക്ക് സാമ്പാർ പൊടി ഉപയോഗിക്കുമ്പോൾ ഞാൻ സാമ്പാർ പൊടി മാത്രം ഉപയോഗിച്ചിട്ടാണ് സാമ്പാർ ഉണ്ടാക്കാറ്. അപ്പോൾ എനിക്ക് നല്ല ടേസ്റ്റായിട്ടാണ് ഫീൽ ചെയ്തത് മറ്റേനേക്കാൾ കമ്പയർ ചെയ്യുമ്പോൾ. അങ്ങനെ നമ്മുടെ സാമ്പാർ ഇവിടെ തിളച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വറവിടാനാണ്. അപ്പോൾ വറവിടുമ്പം ഞാൻ നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കടുക് പൊട്ടിച്ച് അതിലേക്ക് ചെറിയുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയുള്ളി കുറച്ച് വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു ഉണക്കമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും പിന്നെ കുറച്ച് കായം കേട്ടോ. കായത്തിൻ്റെ അളവ് നിങ്ങൾ സാമ്പാർ പൊടിയിൽ കായം കുറവാണെങ്കിൽ ചേർത്താൽ മതി. എന്നിട്ട് കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമ്മൾ ആ കറിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് താളിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ കണ്ടില്ല, നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു സാമ്പാർ തന്നെയാണ്. അപ്പോൾ സാമ്പാർ തയ്യാറാക്കുമ്പോൾ സാമ്പാർ പൊടി വെച്ചിട്ട് സാമ്പാർ തയ്യാറാക്കുമ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കാം കേട്ടോ. ഇത് സദ്യ സ്റ്റൈൽ ഒരു സാമ്പാറാണ്. ഇതിനകത്ത് ഒരുപാട് പച്ചക്കറികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പച്ചക്കറികളൊന്നും വെന്ത് ഉടഞ്ഞു പോയിട്ടില്ല, കണ്ടില്ലേ.
കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് സെർവ് ചെയ്യാം കേട്ടോ. അപ്പം ഈ സാമ്പാറിൽ നമ്മൾ ശർക്കര ചേർത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ചെറിയൊരു മധുരവും എരിവും എല്ലാം ബാലൻസ് ചെയ്ത്, ആ പുളിയൊക്കെ ബാലൻസ് ചെയ്ത് കിട്ടാനാണ് നമ്മൾ ശർക്കര ചേർക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് കഷ്ണങ്ങൾ ചേർക്കേണ്ട, കഷ്ണങ്ങളെല്ലാം കുറച്ച് കുറച്ച് മതി കേട്ടോ ഈ ഒരു സാമ്പാർ തയ്യാറാക്കുമ്പോൾ. ഇനി ഒരു കഷ്ണമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല സാമ്പാർ ഉണ്ടാക്കുമ്പോൾ. പക്ഷേ ചില കഷ്ണങ്ങൾ സാമ്പാറിൽ നിർബന്ധമായിട്ടുണ്ട്. അതായത് വെണ്ടയ്ക്കയും മുരിങ്ങക്കായും ഒക്കെ നിർബന്ധമായിട്ടും സാമ്പാറിൽ ചേർത്താലാണ് ആ വെണ്ടയ്ക്കേൻ്റെ ഒക്കെ ടേസ്റ്റ് വരുമ്പോഴാണ് കേട്ടോ സാമ്പാറിന് പെർഫെക്റ്റ് ടേസ്റ്റ്. അതുപോലെ തന്നെ മല്ലിയിലൊക്കെ എന്തായാലും നിർബന്ധമായിട്ടും സാമ്പാറിൽ ചേർക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഞങ്ങൾ ചെറിയൊരു സദ്യയൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ സദ്യയൊക്കെ കഴിച്ചു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ഒന്ന് ചെയ്തേക്കണേ. എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ടുള്ളൊരു ഹാപ്പി ഓണം വിഷ് ചെയ്യുന്നു. അതുപോലെ തന്നെ നിങ്ങൾ സാമ്പാർ ഉണ്ടാക്കുമ്പം എങ്ങനെയാണ് അത് ഉണ്ടാക്കാറുള്ളത്, നിങ്ങൾ ഇതുപോലെയാണോ തയ്യാറാക്കാറുള്ളത്, നിങ്ങൾ എന്തൊക്കെ മിസ്റ്റേക്കാണ് ചെയ്യാറുള്ളത്, അതുപോലെ തന്നെ നിങ്ങൾ എങ്ങനെ വേറെ ഏതൊക്കെ രീതിയിൽ സാമ്പാർ തയ്യാറാക്കാം എന്നതിനെക്കുറിച്ചൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തേക്കാം. മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ടാറ്റാ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.